നമ്മൾ മധ്യ കേരളത്തിലേക്ക് പോയി, തെക്കൻ കേരളത്തിലേക്ക് പോയി, ഇനി നമ്മൾ മലബാറിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിടെ നിന്ന് ആരാണ്? അഭിലാഷാണ് ചേരുന്നത് അല്ലേ? അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. വെങ്കി, ഗുഡ് മോർണിംഗ്. യെസ് അഭിലാഷ്, പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ പാട്ട് കേൾക്കുന്നുണ്ട്. ഞാനിവിടെ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. കോഴിക്കോട് ബീച്ചിന്റെ ഒരു വൈബ് അറിയാലോ. നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത്. റിപ്പോർട്ട് TV സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരൊക്കെ നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് ഒന്ന് അവരോട് ഒന്ന് കണ്ടിട്ട് പോകാൻ തോന്നുന്നു അല്ലേ? പിന്നെന്താ, ഇതാ നമുക്ക് കുറച്ച് പെൺകുട്ടികളാണ് വന്നിരിക്കുന്നത്. ഇതാ നിങ്ങൾ എവിടെ വരുന്നത്? ഞങ്ങള് മുക്കത്തുനിന്ന്. ഇന്ന് രാവിലെ തന്നെ എത്തിയാണോ? അതെ അതെ. എന്താ പേര്? എന്റെ പേര് ബിഷ്ന. മർജാന. ഫലീല. എന്താ ചെയ്യുന്നത്? ഞാന് വർക്ക് ചെയ്യുന്നില്ല, ഇപ്പൊ BEd ഒക്കെ കഴിഞ്ഞതാണ്. വീട്ടിലെ ചെറിയൊരു കൊച്ചുണ്ട്. അധ്യാപകർ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അറിയാലേ? BEd വലിയ പ്രശ്നമാണോ? ഇല്ല, കുഴപ്പമില്ല. നമ്മള് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതുവരെ വർക്ക് ചെയ്യാൻ പോയിട്ടില്ല. വർക്ക് ചെയ്തിട്ട് ഒരു എയ്ഡഡ് സ്കൂളിൽ കയറിയാൽ തന്നെ നിയമനം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതെ അതെ. വെങ്കി, ഇവര് അധ്യാപകർ കൂടിയാണ്, ഭാവിയിൽ അധ്യാപകർ കൂടിയാണ്. കാരണം BEd ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. കാരണം ഏതായാലും കോഴിക്കോട് ബീച്ചിലേക്ക് വന്നതാണ്. ഇന്ന് രാവിലെ തന്നെ 6 മണിയോട് രാവിലെ 6 മണിക്ക് കോഴിക്കോട് ബീച്ച് കാണിക്കുന്ന അഭിലാഷ്, അത് ഭയങ്കര സന്തോഷമാണല്ലേ പ്രേക്ഷകരെ? രാവിലെ ബീച്ച് കാണാൻ തന്നെ ഒരു പ്രേക്ഷകർ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അതായത് വലിയൊരു എന്താ പറയാ, ഭയങ്കര ഒരു സ്ട്രെസ് ബസ്റ്റർ ആണ് ഈ കാലത്തൊക്കെ കോഴിക്കോട് ബീച്ചിൽ. നിരവധിയായ ആള്. അതെ, പറഞ്ഞോളൂ അഭിലാഷ്. അതെ, നിരവധിയായ ആളുകളാണ്. കാരണം 1-2 ആളുകളല്ല. രാവിലെ ഇന്ന് രാത്രി എനിക്ക് തോന്നുന്നു രാവിലെ ആയപ്പോൾ കുറേ ആളുകൾ ഒഴിഞ്ഞു പോയതാണ്. കാരണം ഇന്നലെ രാത്രിയൊക്കെ ഫുൾ ആളുകളാണ്. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ രാത്രി സമയങ്ങളിൽ ഇവിടെ ഉണ്ടാവും. അതൊരു വല്ലാത്തൊരു വൈബാണ്. അത് ആസ്വദിക്കണം, കണ്ടറിയണം. അതുകൊണ്ട് ആലിക്കും വെങ്കിക്കും കോഴിക്കോട്ടേക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു. ഞാൻ ഉറപ്പായിട്ടും വരും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഈ കാലത്ത് ഈ 4-4:30 ആകുമ്പോൾ തന്നെ അവിടുത്തെ ചായക്കടകളൊക്കെ ഇങ്ങനെ തുറന്ന് നല്ല ചായയും നല്ല കടികളൊക്കെ കിട്ടി തുടങ്ങുന്ന ഒരു സ്ഥലമാണ്. മിസ്സാക്കൂ ആരെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. വെങ്കി എന്നും ഇവിടെ എന്ന് പറയുന്നുണ്ട് കോഴിക്കോട് ബീച്ചിൽ പോകണം. അതെ, എന്നും ഞാൻ പറയും, പക്ഷെ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാർത്തയിലേക്ക് വന്നാം. യെസ് അഭിലാഷേ, ഇപ്പോൾ വാർത്തയിലേക്ക് വരാം. അതായത് ഈ ചില്ലറ രാഷ്ട്രീയ നീക്കങ്ങളൊന്നും അല്ല മലബാറിൽ നടക്കുന്നത് എന്നാണല്ലോ. പ്രത്യേകിച്ച് UDF പ്രവേശനമൊക്കെ ഉറപ്പാക്കാൻ ഈ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളൊക്കെ ഇന്ന് പാണക്കാട്ടേക്ക് എത്തുന്നുണ്ട്. മഹുവ മൊയ്ത്ര, ഡെറിക് ഒബ്രയൻ എന്നൊരു വലിയ സംഘം തന്നെ വരുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് അൻവറിന്റെ ഒക്കെ നീക്കം? എന്തൊരു പ്ലാൻ എന്താണ്? വലിയ നീക്കങ്ങൾ തന്നെയാണ് അൻവറിന്റെ ഭാഗത്ത് നടക്കുന്നത്. കാരണം നേരത്തെ തന്നെ അദ്ദേഹം UDF പ്രവേശനം ഉറപ്പാക്കുന്നതിന് വേണ്ടി ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹം UDF നേതൃത്വത്തിന് കത്തൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടതില്ല എന്നാണ് UDF നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉന്നത നേതൃത്വം ഒരുപക്ഷെ മമതാ ബാനർജിയെ തന്നെ കോഴിക്കോട് അല്ലെ കേരളത്തിൽ എത്തിച്ചുകൊണ്ട് അതിനൊരു മറുപടി നൽകാമെന്നൊരു നീക്കമായിരുന്നു മമതാ ബാനർജി ഈ PV അൻവറിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ സംഘടനയിൽ തന്നെയുള്ള കുറെ കൂടി നല്ല ജനപ്രിയതയുള്ള ആളുകളെ കൂടിയാണ്. കാരണം മമതാ ബാനർജിയുടെ അത്ര ജനപ്രിയതയുണ്ട് എന്നല്ല പറഞ്ഞു വരുന്നത്. ജനപ്രിയതയുള്ള ആളുകളെ എത്തിച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കം നടക്കുന്നത്. ഇന്നിപ്പോൾ പാണക്കാട് തങ്ങളെ ആണ് അവർ കാണുന്നത്, സാദിഖ് അലി തങ്ങളെ. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ഇവരെ മുന്നണിയിലെടുക്കുന്നതിന് അനുയോജ്യമായ ഒരു തീരുമാനത്തിലേക്ക് തന്നെ വന്നിരുന്നു. അവരെ കൂടി മുന്നിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ഒരു നിർദ്ദേശം അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ പാണക്കാട് തങ്ങളെ കാണാൻ വരുന്നത് മഹുവ മൊയ്ത്ര, അതോടൊപ്പം തന്നെ ഡെറിക് ഒബ്രയൻ, ഈ 2 MP-മാരാണ് ഇന്നിപ്പോൾ പാണക്കാട്ടേക്ക് എത്തുന്നത്. കൃത്യമായും രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയായിരിക്കും ഉള്ളത്. കാരണം UDF പ്രവേശനം ഉറപ്പുവരുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അവർ അതിനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളെ കൂടി അവർ കാണുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് എത്തുകയും അതോടൊപ്പം തന്നെ മറ്റ് മത നേതാക്കളെ അടക്കം അവർ കാണുമെന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാവുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 8:30 കൂടിയായിരിക്കും പാണക്കാട് എത്തുകയും സാദിഖ് അലി തങ്ങളുമായി രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ലീഗ് സമസ്ത തർക്കത്തിനിടെ ജിഫ്രി മുത്തുകോയ തങ്ങളും സാദിഖ് അലി തങ്ങളും ഇന്ന് ഒരേ വേദിയിൽ എത്തുന്നു എന്നുള്ളതാണ്. നവീകരിച്ച മദ്രസ പാഠപുസ്തക പ്രകാശത്തിലാണ് ഇരുവരും വേദിയിൽ എത്തുക. ഈ മഞ്ഞൊരുങ്ങുന്നു എന്ന് തന്നെ വേണമല്ലേ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസവും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, സമവായത്തിലെത്തും, ചർച്ചകൾ നടക്കും എന്നുള്ള സൂചനകളും കിട്ടിയിരുന്നു. തീർച്ചയായിട്ടും ഇവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 1-ാം തീയതി ചർച്ച നടക്കുന്നുണ്ട്. അത് മുമ്പായി തന്നെയുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസവും കോഴിക്കോട്ട് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിരുന്നു. ഇപ്പോൾ ഉള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു വേദിയിലെത്തുക എന്ന് പറയുന്നത് ഈ മദ്രസ പാഠപുസ്തക നവീകരണവും അതിൻ്റെ പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, നേരത്തെ CIC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്ന ആ ഘട്ടത്തിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തരത്തിലുള്ള പരിഷ്കരണം ആ സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് കാലികമായ മാറ്റങ്ങൾ ആ പാഠപുസ്തകങ്ങൾ വന്നിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഈ സുന്നികളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് സംഘടനാ നേതാക്കളൊക്കെ ആരോപിക്കുക കൂടി ഉണ്ടായത്. പക്ഷേ ഇപ്പോഴത് അതിൽ കൂടി മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം കാലാനുസൃതമായി കുറേ കൂടി പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയുള്ള മദ്രസ പാഠപുസ്തകം ഇന്നിപ്പോൾ പ്രകാശനം ചെയ്യുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ സമസ്തയ്ക്ക് ഇടയിലുള്ള ബന്ധം കുറേ കൂടി ഊഷ്മളമാക്കാനുള്ള ഒരു നീക്കം കൂടി നടന്നു. നമുക്കറിയാം സമസ്തയുടെ 100-ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സ്വാഗത സംഘം ആ യോഗത്തിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. സാദിഖ് അലി തങ്ങളടക്കം ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവർക്കിടയിൽ ആ പ്രശ്നങ്ങളൊക്കെ അതിലൊക്കെ മഞ്ഞുരുക്കം ഉണ്ടാക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ ബോർഡിലെ കഴിഞ്ഞ യോഗത്തിലും സാദിഖ് അലി തങ്ങൾ പങ്കെടുത്തു. ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുവർക്കുമിടയിലുള്ള പ്രശ്നങ്ങളിൽ മഞ്ഞുരുക്കം ഉണ്ടാവുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ആര്യ. യെസ്, മറ്റൊന്ന് അഭിലാഷ്, ഇത് ഒരുപാട് ദിവസമായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് ഈ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച. അപ്പോൾ അതിൽ ഇന്ന് വളരെ നിർണായകമായൊരു ദിവസമാണല്ലേ അഭിലാഷ്? പ്രത്യേകിച്ചും ഈ പ്രധാന പ്രതി ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് ഹാജരാകും അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ മുമ്പാകെയുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിൽ ഹാജരാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഇത് സംബന്ധിച്ച് 2 അധ്യാപകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ ഇക്കാര്യത്തിൽ പ്രസൻറ്റ് ചെയ്യുക മാത്രമാണ് ഉണ്ടായത്, പക്ഷേ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല എന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും സംശയ മുനയിൽ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷുഹൈബിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ സോഴ്സ്, അതായത് ഇത് ചോർച്ചയുടെ സോഴ്സ് എവിടെയാണ് എന്ന് വ്യക്തമാക്കാൻ കഴിയും. ഇത് തന്നെയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഷുഹൈബിനെ നേരത്തെ നിരവധി തവണ ചോദ്യം ചെയ്യാനുള്ള ശ്രമമൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നടന്നിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഒളിവിൽ പോയതിനാൽ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അറസ്റ്റ് അനുവദനീയമല്ല എങ്കിൽ പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനോട് കൂടി തന്നെ ഈ കാര്യത്തിൽ വ്യക്തമായ എവിടെയാണ് ഈ ചോർച്ച നടന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ഊഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിൽ എത്താൻ കഴിയും. ഇത് പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഏതായാലും അത്തരമൊരു നടപടികളിലേക്ക് തന്നെയായിരിക്കും ഇന്ന് പോവുക. ഓക്കെ, അഭിലാഷാണ് മലബാറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാലത്ത് തന്നെ കോഴിക്കോട് ബീച്ച് കാണിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അഭിലാഷ് വൈബടിപ്പിച്ചു.